നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷിഷ് സലി, PRS ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം മേധാവി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡോഗ് ബൈറ്റ് അല്ലെങ്കിൽ ഒരു മൃഗം കടിച്ചാൽ അല്ലെങ്കിൽ മാന്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റിയാണ്. ഇപ്പോൾ നമുക്ക് ധാരാളം ന്യൂസുകൾ കേൾക്കാം, ധാരാളം ഡോഗ് ബൈറ്റ്സ് ഇവിടെ വരുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സാധാരണ രീതിയിൽ ഒരു ഡോഗ് ബൈറ്റ് സംഭവിച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ? ഒരു ഡോഗ് ബൈറ്റ് അല്ലെങ്കിൽ ഒരു ക്യാറ്റ് ബൈറ്റ് അല്ലെങ്കിൽ ഒരു വൈൽഡ് ആനിമൽ എന്തെങ്കിലും ബൈറ്റ് വരികയാണെങ്കിൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മുറിവിനെ നമ്മൾ സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് 10 മിനിറ്റോളം വാഷ് ചെയ്യുക എന്നുള്ളത്. റണ്ണിങ് വാട്ടറിൽ 10 മിനിറ്റോളം വാഷ് ചെയ്യുക. വാഷ് ചെയ്ത ശേഷം ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക. കാരണം ടൈം ഈസ് വാല്യുബിൾ ഓവർ ഹിയർ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഓരോ ടൈമിനും ആ മരുന്നിൻ്റെ എഫക്റ്റ് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഇതിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് സാധാരണ ഹോസ്പിറ്റലിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ ജസ്റ്റ് പട്ടി നക്കുകയോ അല്ലെങ്കിൽ അബ്രേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ മുറിവുകളില്ലാത്ത സ്കിന്നിൽ ഒരു പട്ടി നക്കുക ചെയ്തതിന് അത് കാറ്റഗറി 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അതിനെ നമുക്ക് വാഷ് ചെയ്താൽ മാത്രം മതി. പേഷ്യൻറ്റിനെ നമുക്ക് റീഅഷുറൻസ് ചെയ്ത് സാധാരണ വീട്ടിൽ വിടുകയാണ് ചെയ്യുക. കാറ്റഗറി 2 എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വൂണ്ടിൽ അല്ലെങ്കിൽ ഒരു വൂണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടാക്കുക, പക്ഷെ ബ്ലഡ് സ്പ്രൗട്ട് ചെയ്തിട്ടില്ല, ബ്ലഡ് പുറത്തോട്ട് വന്നിട്ടില്ല. അങ്ങനെയുള്ള വൂണ്ടുകളെ നമ്മൾ കാറ്റഗറി 2 ആയിട്ട് കൺസിഡർ ചെയ്യും. കാറ്റഗറി 2 വൂണ്ട് സാധാരണ റാബീസ് വാക്സിനാണ് വേണ്ടത്. അപ്പം അത് നമ്മുടെ റാബീസ് വാക്സിൻ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് റാബീസ് വാക്സിൻ എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഒരു 3-4 ദിവസത്തെ ഡോസ് ഉണ്ട്. 0, 3, 7, 21 to 28 എന്നുള്ള രീതിയിൽ ഡോസ് നമ്മൾ പോകും. എന്നാൽ കാറ്റഗറി C വൂണ്ട് ഉണ്ട്, കാറ്റഗറി 3 വൂണ്ട്. കാറ്റഗറി 3 വൂണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബ്ലഡ് പുറത്ത് വന്നു, അല്ലെങ്കിൽ ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ബൈറ്റോ കാരണം ബ്ലഡ് പുറത്ത് വന്നു. അങ്ങനെയുള്ള വൂണ്ടുകൾക്ക് നമുക്ക് സാധാരണ രീതിയിൽ റാബീസ് വാക്സിൻ വേണ്ടി വരും, ടെറ്റനസ് വാക്സിൻ വേണ്ടി വരും.